ഒരു കാർ ആവറേജ് കൺസപ്ഷൻ ചെയ്യുന്നത് 25 യൂണിറ്റാണ്. എന്ന് വെച്ചാൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നെക്സോണോ വിൻസറോ MG-Z അങ്ങനത്തെ വണ്ടികൾ വരെയാണ്. ടിയാഗോ വരെയാണെങ്കിൽ കുറവായിരിക്കും, പക്ഷേ ഒരു ആവറേജ് 25 യൂണിറ്റ്. അപ്പം ഒരു യൂണിറ്റ് കറണ്ടിൻ്റെ പുറത്ത് 10 രൂപ ലാഭമാണെങ്കിൽ 25 യൂണിറ്റ് വിൽക്കുമ്പം നമുക്കൊരു 250 രൂപ അടുപ്പിച്ച് കിട്ടും. ലെറ്റ്സ് 200-250. അപ്പോൾ ഒരു ദിവസം 10 കാറെന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 2500 രൂപ ഒരു സ്റ്റേഷൻ ഓണറിന് കിട്ടുന്നുണ്ട്. My name is Ram Prakash. I'm heading the EV charger business in Panasonic. So on the product related, what are the challenges in the market la face பண்ணுவாங்கன்னா வந்துட்டு service. அந்த service related பார்த்தீங்கன்னா Panasonic is there globally. Like we are supporting with our service support team and as well as like to reach out to the common people. ആദിത്യ ബ്രോ നമസ്കാരം. നമസ്തേ. സുഖമാണോ? സുഖം. ഇപ്പോൾ നമ്മളൊരു കാർ ചാർജിങ് സ്റ്റേഷൻ തുടങ്ങണമെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഭയങ്കര ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അപ്പം കുറച്ച്, അതായത് ഒരു സാധാരണക്കാരന് ഒരു ചാർജിങ് സ്റ്റേഷൻ, ഫാസ്റ്റ് ചാർജിങ് ഇതേപോലെ കാറിൻ്റെ സ്റ്റേഷൻസ് തുടങ്ങണമെങ്കിൽ ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങണമെങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് പലരും നിൽക്കുമ്പോഴാണ് ഞാൻ നിങ്ങളുടെ ഈ ഒരു ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനെ കുറിച്ചിട്ട് ഞാൻ കേട്ടത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ സാധിക്കുമെങ്കിൽ അവർക്ക് ഈ ബിസിനസ് തുടങ്ങാമല്ലോ. ശ്യാംജി, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു സാധാരണക്കാരനാണ്. സത്യം പറഞ്ഞാൽ ഐ കം ഫ്രം എ മിഡിൽ ക്ലാസ് ഫാമിലി വേർ ഐ ഓൾവേസ് വാണ്ടഡ് ടു, എനിക്ക് എന്നും ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ. അത് കഷ്ടപ്പാട് മനസ്സിലാക്കിയാണ് ഞാൻ ബിസിനസ്സിലോട്ട് വന്നതും ചെയ്യണതും. അപ്പം എൻ്റെ ഒരു അനുഭവം, എക്സ്പീരിയൻസ് ഞാൻ കുറേ പേര് കണ്ടു നാട്ടിൽ. നമുക്കിവിടെ മാത്രമല്ല, കേരള പല സ്റ്റേറ്റിലും ഹബ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, സ്റ്റേഷൻസ് ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ നമ്മൾ കുറേ പേര് പരിചയപ്പെട്ടപ്പം എല്ലാവർക്കും ചെയ്യാൻ ഭയങ്കര ആഗ്രഹപ്പെട്ട ബിസിനസ് ഇതാണ്. പക്ഷേ പല കമ്പനീസും, ഐ എം നോട്ട് ടോക്കിംഗ് എനി ഒരു ഡെഡിക്കേറ്റഡ് കമ്പനിയോ ഒരു ഗ്രൂപ്പോ അല്ലോ ഞാൻ പറയണേ, പല കമ്പനീസും ഭയങ്കര ഓവർലി പ്രൈസാണ് കൊടുക്കുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, പ്രൊഡക്റ്റ് പലവരും ചൈനയിൽ നിന്ന് പോയി അസംബിൾ ചെയ്ത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് അങ്ങ് കൊടുക്കുക. ഓക്കെ. പക്ഷേ നമ്മൾ ഇതിനകത്ത് നോക്കിയ 2 ഫാക്ടർ. ഞാനൊരു ഡീലറാണ്, ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്, ഞാനൊരു ഡീലറാണ്. നാളെ എനിക്ക് ഈ ബിസിനസ് ഞാൻ ഒരു മൂഡില്ല, ലെറ്റ്സ് സേ ഞാൻ എന്തെങ്കിലും ഒരു പ്രശ്നം കാരണം ഞാൻ പുറത്ത് പോയി, ഇല്ലെങ്കിൽ തിരിച്ചു വരാൻ താമസിച്ചു, അങ്ങനെ ഒരു പ്രശ്നം വരുമ്പം ഈ ചാർജർ വാങ്ങിച്ച ആൾ എന്ത് ചെയ്യും? ഒരു കോമൺ മാനാണ് ഇത് വാങ്ങിക്കുന്നത്, അല്ലാതെ ഒരു കമ്പനി മാത്രമല്ല വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ കോമൺ മാനിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നാണ് സർവീസ് ആൻഡ് സപ്പോർട്ട്, which is the most important part when it comes to our hardware or charger. അപ്പം എൻ്റെ ഡ്രീം പ്രൊജക്റ്റാണ് സാധാരണക്കാരന് ഒരു ചാർജിങ് സ്റ്റേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ ഏറ്റവും നല്ല ബ്രാൻഡ് കൊടുത്ത്, ചാർജർ കൊടുത്ത്, ആ ചാർജറിന് പറ്റണ അത്രയും കുറഞ്ഞ റേറ്റ് വാങ്ങിക്കുക, പറ്റണ അത്രയും കുറഞ്ഞ റേറ്റിൽ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്തു കൊടുക്കുക. പിന്നെ ഈ ചാർജിങ് സ്റ്റേഷനകത്ത് അഡീഷണൽ 2 ഫാക്ടേഴ്സും കൂടിയുണ്ട്. ഒന്ന് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ഈ പറയുന്ന പോലെ KECBയുടെ കാര്യം, KECBയിൽ എനിക്കോ ആ കോമൺ മാനിനോ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യമാണ്. അതിനുവേണ്ടി പരമാവധി ഏത് ഫോം നിറയ്ക്കണം, എങ്ങനെ ആ ഫോമിൽ നിറയ്ക്കണം, അങ്ങനത്തെ ഗൈഡൻസും കാര്യങ്ങളും നമ്മൾ സജസ്റ്റ് ചെയ്യും. പിന്നെ ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ മാക്സിമം, ഇപ്പോൾ ഈ സ്റ്റേഷൻ്റെ ഒരു ഓവറോൾ വീഡിയോ എടുക്കുമ്പോൾ മനസ്സിലാവും, നമ്മളിത് മാക്സിമം സിമ്പിൾ ഫോമിൽ ചെയ്യാനേ സജസ്റ്റ് ചെയ്തിട്ടുള്ളൂ. കാരണം ചാർജിങ് സ്റ്റേഷനിൽ ഹെവി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് നിങ്ങളതിൽ കുറേ വണ്ടി ക്യൂവിൽ കിടക്കില്ല. വേറെ മിനിമം ചെയ്യുക, ബ്രാൻഡ് ഉപയോഗിച്ച് ചെയ്യുക, എന്നാൽ അതിനകത്തൊരു വിശ്വാസം ക്രിയേറ്റ് ആവും. എന്തുകൊണ്ട് ഈ ആദ്യത്തെ എപ്പോഴും ബ്രാൻഡ് എന്ന് പറയണമെന്ന് കുറേ പേര് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഈ ബ്രാൻഡ് പുറകെ പ്രൊമോട്ട് ചെയ്യുന്നു. ബ്രാൻഡ് ഉണ്ട്, നോൺ ബ്രാൻഡ് ഉണ്ട്. ഈ ബ്രാൻഡിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവരെ സർവീസ് പക്ക 200% നമുക്ക് വിശ്വസിക്കാം. എന്ന് വെച്ചാൽ ഞാൻ EV ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഞാനൊരു സ്റ്റേഷനിൽ വന്നു, എനിക്കും റേഞ്ച് എൻസൈറ്റി ഉണ്ട്. ഞാൻ 4 വർഷം കൊണ്ട് EV ഉപയോഗിക്കണം, എന്നിട്ടും റേഞ്ച് എൻസൈറ്റി ഉണ്ട്. ഈ റേഞ്ച് എൻസൈറ്റിയിൽ ഞാൻ വന്നു, ഗണ്ണെടുത്ത് കുത്തി, വർക്കായില്ല. അടുത്ത പ്രാവശ്യം ഞാൻ ഇവിടുന്ന് പാസ്സാവുകയാണെങ്കിലും അതെൻ്റെ മൈൻഡിൽ കാണും. ഈ ചാർജിങ് സ്റ്റേഷൻ 24/7 അൺമാൻഡ് ഓപ്പറേഷനാണ്. അപ്പോൾ അതിനകത്തൊരു പ്രോബ്ലം വരാൻ പാടില്ല. അതൊക്കെ മനസ്സിൽ വച്ചിട്ടാണ് ഞാൻ ഒരു കുറഞ്ഞ ബജറ്റിൽ ഒരു 10 to 11 lakhs ഇൻക്ലൂഡിങ് GST എമൗണ്ടിൽ ചാർജറും ഇലക്ട്രിക്കൽ വർക്കും ചെയ്തു കൊടുക്കും, അത്രയും. പിന്നെ നമ്മൾ ഫുൾ ഓൺ ഗൈഡൻസും
സപ്പോർട്ടും ഈ ചാർജിങ് സ്റ്റേഷൻ്റെ അതർ 2 പാർട്ട് ഓഫ് എക്സ്പെൻസസ് ലൈക്ക് ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ ചെയ്യണം സർ, ടീം എങ്ങനെ ആയിരിക്കണം, അത് കസ്റ്റമറിൻ്റെ ചോയ്സാണ്. ഷ്യാംജി ഒരു കാര്യം നോട്ടീസ് ചെയ്താൽ മതി, എൻ്റെ കമ്പനിയുടെ ഒരു ലോഗോ, ഒരു സ്റ്റിക്കറോ, എൻ്റെ കമ്പനിയുടെ കറണ്ടിൽ ഓടുന്ന ഒരു ലൈറ്റ് ബോർഡോ ഞാൻ ഈ സ്റ്റേഷനിൽ വച്ചിട്ടില്ല. കാരണം ഇത് ഞാൻ ഒരാൾക്ക് ചെയ്തു കൊടുത്ത ആ ആളുടെ പേര് വേണം ഇവിടെ വരാൻ, പൈസ ഇൻവെസ്റ്റ് ചെയ്ത ആളുടെ പേരാണ് ഇവിടെ വരാൻ, അല്ലാതെ എൻ്റെ സ്റ്റിക്കറോ ലോഗോ അല്ല ഇവിടെ വരാൻ. അതിന് മെയിൻ കാരണം എന്താണ്? ദിസ് ഈസ് ദെയർ ഡ്രീം വിച്ച് ഞാൻ ട്രൈ ചെയ്യണം ടു അക്കംപ്ലിഷ് ഇറ്റ്. അതാണ് ശ്യാംജി എൻ്റെ ഒരു വിഷൻ. ഇപ്പം ബ്രോ പറഞ്ഞു ഏകദേശം ഇങ്ങനെ ഒരു ചാർജിങ് സ്റ്റേഷൻ തുടങ്ങാൻ 11 ലക്ഷം രൂപയാവുന്നു അല്ലേ? അതെ. ഈ 11 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? അതേപോലെ തന്നെ ഈ 11 ലക്ഷം രൂപയിൽ പുറമെ വേറെ എന്തെങ്കിലും ചാർജ് വരുന്നുണ്ടോ? അതായത് മൊത്തം ഒന്ന് പറയാൻ പറ്റുമോ ടോട്ടൽ? ശ്യാംജി, ഇതിനകത്ത് കോസ്റ്റിനെ നമുക്ക് എപ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോൾ 4 പാർട്ട് നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യാം. ചാർജറിൻ്റെ കോസ്റ്റ് ഇപ്പം ഒരു 7.5 lakhs പ്ലസ് GST 5%. ഇലക്ട്രിക്കൽ വർക്കിന് ഒരു 2,50,000 പ്ലസ് 18% GST. ഇത് ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആയി കൺസിഡർ ചെയ്യാം. ഇനി വരുന്ന 2 എക്സ്പെൻസസ്, ഇപ്പം സിവിൽ വർക്കിൻ്റെയും അതിൻ്റെ കാര്യങ്ങളും പറയാം. ഇപ്പം ഇവിടെ ക്യാമറയുണ്ട്, റൂഫുണ്ട്, ഫ്ലോർ ഉണ്ട്, ഈ വാളുണ്ട്, ഇതൊക്കെ സിവിൽ വർക്കിൽ വരും. അപ്പോൾ ഈ സിവിൽ വർക്കിൻ്റെ കോസ്റ്റ് നമ്മളെ ലോക്കൽ ഏരിയയിലെ വെണ്ടറിൻ്റെ കോസ്റ്റിംഗ് പോലെ ഇരിക്കും. സോ ലെറ്റ്സ് സേ ദാറ്റ് വിൽ വേരി അറൌണ്ട് 1 lakh to 1.5 lakhs rupees. ഇനി അടുത്ത് വരുന്ന കോസ്റ്റാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കണക്ഷൻ എടുക്കേണ്ടതിൻ്റെ ചാർജസ്. ആ ട്രാൻസ്ഫോമർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, KECBന്ന് ലോഡ് എടുക്കാനുള്ള ഫീസ് അടച്ചിട്ടുണ്ട്, അങ്ങനത്തെ പല ഫാക്ടേഴ്സും ഉണ്ട്, ആ കോസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ചിലപ്പം ചില സൈറ്റുകളിൽ ട്രാൻസ്ഫോമർ വേണ്ട, ചില സൈറ്റിൽ ട്രാൻസ്ഫോമർ തൊട്ടടുത്തിരിക്കുന്ന ട്രാൻസ്ഫോമറിലെ ലോഡ് ഉണ്ടെങ്കിൽ ആ ലോഡ് നമുക്ക് സാങ്ഷൻ ചെയ്ത് മേടിക്കാം. അതിനുള്ള കണക്ഷൻ ഫീസും ആ കേബിൾ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവരേണ്ട ലേബറും മെറ്റീരിയൽ കോസ്റ്റും നമ്മൾ കൊടുക്കണം. സോ ദാറ്റ് മീൻസ് നിയർലി ഒരു കോസ്റ്റ് 1.5 lakhs rupees തൊട്ട് ചില സിറ്റുവേഷൻസിൽ അത് 6.5, 8 lakhs, 7.5 ആ റേഞ്ചിലൊക്കെ വരും. ഇത് സർക്കാരിന് നമ്മൾ കണക്ഷൻ എടുക്കാൻ കൊടുക്കുന്ന റേറ്റാണ്, ആസ് പെർ ദെയർ റേറ്റ്സ് മാത്രം. അപ്പോൾ ഈ കോസ്റ്റ് ശരിക്കും ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ആ കോസ്റ്റ് എനിക്കോ ശ്യാംജിക്കോ ഇല്ലെങ്കിൽ ആ സ്റ്റേഷൻ വയ്ക്കാൻ ആഗ്രഹപ്പെടുന്ന ആളിനോ ഡിസൈഡ് ചെയ്യാൻ പറ്റൂല. ദാറ്റ് ഈസ് എ ഗവൺമെൻറ് റേറ്റ്സ്. അത് ആ സമയത്തെ നമുക്ക് അറിയാനും പറ്റുള്ളൂ. നമ്മളെ മേജർ കോസ്റ്റ് എന്താണ്? ചാർജറും ഇലക്ട്രിക്കൽ വർക്കിൻ്റെയും കോസ്റ്റ് കുറഞ്ഞാൽ ആ കോസ്റ്റ് മാത്രം നമുക്കൊന്ന് ബെയർ ചെയ്താൽ മതി. എന്ന് വെച്ചാൽ ഇപ്പം ഒരാളിന് എസ്റ്റിമേറ്റ് കിട്ടി ഇലക്ട്രിക്കൽ KECBയിൽ കണക്ഷൻ എടുക്കാൻ 5 ലക്ഷം രൂപ ലെറ്റ്സ് സേ. ആ 5 ലക്ഷത്തിൻ്റെ മേളിൽ ഒരു 1.5 lakhs rupees സിവിൽ വർക്ക്, 6.5 ലക്ഷം രൂപ. പിന്നെ വരുന്നത് ഈ മെഷീനിൻ്റെ ഒരു 11, ഏകദേശം ഒരു 17.5 ലക്ഷം രൂപ ആയപ്പോഴത്തേക്ക് പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയി. മറിച്ച് ഇപ്പോൾ ഈ മെഷീനിന് ഞാനൊരു 10-15 ലക്ഷം രൂപ പറയുകയാണ്, ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യാൻ ഒരു 3-4 ലക്ഷം രൂപ പറയുകയാണെങ്കിൽ ചാർജിങ് സ്റ്റേഷൻ്റെ കോസ്റ്റ് തന്നെ 20 ലക്ഷത്തിൻ്റെ മേളിൽ പോകും, 20-25 ലക്ഷം വരെ പോകും. അത്രയും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു പ്രോജക്റ്റിന് വേണ്ട. ഇപ്പം അതിനൊരു 20 ലക്ഷത്തിന് താഴെ നിർത്തണമെന്നാണ് നമ്മളൊരു പ്ലാൻ ഓഫ് ആക്ഷൻ. മാക്സിമം അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു കോസ്റ്റാണ് കണക്ഷൻ എടുക്കാൻ നേരത്ത് നമ്മൾ അടയ്ക്കുന്ന ഫീസ്. ഇപ്പം നമ്മൾ ഈ ബ്രാൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ആങ്കർ ബൈ പാനസോണിക്കിൻ്റെ പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റിൻ്റെ സപ്പോർട്ട് അത്രമാത്രം ഉണ്ട് ഓൺ ഗ്രൗണ്ട്, ഓൺ റിയാലിറ്റി. അത് ഈ സ്റ്റേഷൻ ഓണറിനെ വിളിച്ച് ഒരാൾക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ശ്യാംജി, ഇതിനു വേണ്ടി നമുക്കിന്ന് പറഞ്ഞു തരാനും നമ്മളെ കൂടെ പാനസോണിക്കിൻ്റെ ടീം മെമ്പറും പാനസോണിക്കിൻ്റെ മൊബിലിറ്റി ഹെഡും ഇവിടെയുണ്ട്. Hello. Hi Ram Hi, sir. Aditya. For our viewers, can you please give your introduction? Yeah, hi everyone. My name is Ram Prakash. I'm heading the EV charger business in Panasonic. So for comfortable language, நான் தமிழ்ல பேசுறேன் எல்லாருக்கும், so that everybody can understand. So that basically I understand here, I can speak in Malayalam. So basically I'll make it like simple to the people also. So basically like Aditya and kuda vandu like first time he reached out saying that he wants to start up this business for mainly for the common people. So that was the intention. Like I liked him to see that how I can support him in the Kerala market. So na appadi start panni, then we started to grow together. Like na enna pannana vandu we have worked together, see how this Kerala market can also like grow up together on this common people can start investing on the EV charger business. So Panasonic portha varaikum like we have the brand name. Second one we have, it is not only the brand actually, like anybody can do a charging station by involving like any brands actually. So Panasonic is having a long life and almost like 100 years of legacy in the market. So with that we see that we give the best quality and reliability product to the customers.
Other than that, we have the service team also available in Kerala. Not only in Kerala, pan India service we are having it. So tomorrow if any issue with anything with respect to the hardware, our team will be available in the market. So that is one of the criteria we need to see, because it is not selling of the product. So after service also is required. So because tomorrow this is a new market to everyone. So tomorrow one common man வந்து நாளைக்கு ஒரு சார்ஜிங் ஸ்டேஷன் வந்து ஸ்டார்ட் பண்ணுறாருனா வந்துட்டு அவரோட ட்ரீம் என்னன்னா வந்துட்டு டு கீப் இட் அலைவ் ஸோ ஆஃப் த ப்ராடக்ட். ஸோ அந்த ப்ராடக்ட் ரிலேட்டட் வாட் ஆர் த சேலஞ்சஸ் என்ன மார்க்கெட்டில் ஃபேஸ் பண்ணுவாங்கன்னா வந்துட்டு சர்வீஸ். அந்த சர்வீஸ் ரிலேட்டடாக பார்த்தீங்கன்னா Panasonic is there globally. Like we are supporting with our service support team and as well as like to reach out to the common people. So this is the main agenda of Panasonic, supporting to the people. അതാണ് മെയിൻ കാരണം ഞാൻ പാനസോണിക്കിനെ അപ്രോച്ച് ചെയ്യാനും ഈ ഇനീഷ്യലി പറഞ്ഞതുപോലെ ഞാൻ ഈ വിഷയം കൊണ്ട് രാംസറിൻ്റെ അടുത്ത് ചെന്നപ്പം ഞാൻ രാംസറിൻ്റെ അടുത്ത് പറഞ്ഞു, സർ സാധാരണക്കാരന് ഒരു പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ ബ്രാൻഡ് പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം പാനസോണിക്കും അതൊരു വലിയ ബ്രാൻഡാണ്. നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ നമ്മളെ കാറിൻ്റെ റിമോട്ടിൻ്റെ സെല്ല് തൊട്ട് കിച്ചണിലിരിക്കുന്ന മൈക്രോവേവിനാണെങ്കിലും എ സി ആണെങ്കിലും എല്ലാം പാനസോണിക്കാണ് കോമൺലി കേരളത്തിലെ എല്ലാ ഹൗസ് ഹോൾഡിലും കാണുന്നത്. അപ്പം പാനസോണിക് നമ്മളെ ഈ മൊബിലിറ്റിയിലും സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു വലിയ കാര്യമായി നമുക്ക്. കാരണം ആൾക്കാർക്ക് നമുക്ക് നല്ല രീതിയിൽ ഈ പറയുന്ന പോലെ ഒരു ചാർജിങ് സ്റ്റേഷൻ ചെയ്തു കൊടുക്കാം. അതിൻ്റെ റിയൽ എക്സാമ്പിളാണ് ഈ സ്റ്റേഷൻ നമ്മളിവിടെ നിൽക്കുന്നത്, അല്ലേ സർ? ഐ മീൻ ഇന്ന് നമ്മളിവിടെ നിൽക്കുന്നത് ശരിക്കും ഒരു പ്രൊജക്റ്റ് ഇവർക്ക് ഈ സ്റ്റേഷൻ ഓണറിന് വലിയ കോട്ടുകളാണ് കിട്ടിയത്. അപ്പം ഞാൻ ഈ പാനസോണിക്കിൻ്റെ പ്രൊഡക്റ്റ് റാം സാറിനെ കോട്ട് എടുത്തിട്ട് കൊടുത്തപ്പം പുള്ളിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, അത് ഇത്രയും കുറഞ്ഞ റേഞ്ചിൽ ഇത് ചെയ്യാൻ പറ്റുമോ? സോ ദാറ്റ് ഈസ് ദ സപ്പോർട്ട് ഐ എം ഗെറ്റിംഗ് ഫ്രം പാനസോണിക് റൈറ്റ് നൗ when it comes to 60, 120 and upper power grade. I mean കൂടുതൽ പവറുള്ള ചാർജേഴ്സ് ആണെങ്കിലും ഇപ്പോൾ ഈ നിലവിലുള്ള സ്റ്റേഷൻ 60 കിലോ വാട്ടിൻ്റെ ഡബിൾ ഗണ്ണിൻ്റെ ആങ്കർ ബൈ പാനസോണിക്. അപ്പം പലവരും ചോദിക്കും ആങ്കർ പാനസോണിക്കിനാണോ? അതെ, ആങ്കർ ഈസ് അക്വയർഡ് ബൈ പാനസോണിക്. ഇതിനകത്ത് നമ്മൾ ഇലക്ട്രിക്കൽ വർക്കും ചെയ്തിട്ടുണ്ട് ആസ് പെർ ആങ്കർ സ്റ്റാൻഡേർഡ്സ്, ആസ് പെർ പാനസോണിക് സ്റ്റാൻഡേർഡ്സ്. ശ്യാംജി, ഞാൻ ഒരു കാര്യം പറയാൻ വന്നത്, നമ്മൾ തമ്മിൽ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യണമെന്നൊരു ഐഡിയ വന്നപ്പം ഞാൻ പാതിരാത്രി ഒരു 10 മണി അടുപ്പിച്ച് റാംസറിനെ ഫോൺ ചെയ്തു. റാംസർ ഇങ്ങനെ തൃശ്ശൂരിൽ നമ്മളിങ്ങനെ ഒരു സ്റ്റേഷൻ ചെയ്തിട്ടുണ്ടല്ലോ, ആ സ്റ്റേഷനെ പറ്റി ഒരു ചെറിയ വീഡിയോ ഉണ്ടാക്കാൻ പോവുകയാണ്. റാംസറിന് അവിടെ നമ്മളൊന്ന് വന്ന് സംസാരിക്കാൻ പറ്റുമോ? പാനസോണിക്കിനെ പറ്റി, എന്നെ പറ്റിയല്ല, പാനസോണിക്കിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ പറ്റുമോ? റാംസർ വാസ് ലൈക്ക്, ആദിത്യ ഞാൻ എൻ്റെ ബോസിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പറ്റുമെങ്കിൽ വരും. ആൻഡ് ഹി കെയിം. ദ സപ്പോർട്ട് ഇസ് ദിസ്. ദ ഡീലർ ഇസ് strong for the clients because the support the dealer is getting from the brand, from the company. ആ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് സാധാരണക്കാരന് നല്ല രീതിയിൽ സർവീസും കൊടുക്കാൻ പറ്റും, ഒരു നല്ല പ്രൊഡക്റ്റും കൊടുക്കാൻ പറ്റും. ഇതുപോലത്തെ സപ്പോർട്ടും ഇതുപോലത്തെ ഒരു കമ്പനിയിൽ, ഇത്രയും വലിയ ബ്രാൻഡഡ് കമ്പനിയിൽ ഇത്രയും സീനിയർ പോസ്റ്റിലിരിക്കുന്ന ഒരാൾ ഒരു 2 മിനിറ്റേക്ക് സംസാരിക്കാൻ ഞാൻ വരും. ഓൾ ദ വേ ഫ്രം ചെന്നൈ പുള്ളി വന്നു. താങ്ക് യു സോ മച്ച് റാം സർ. താങ്ക് യു. Thank you Shyam for being supportive to us and doing this video. Like so நான் என்ன சொல்கிறேன்னா, like so this is one of the example which we can showcase to our common people and let them, this video should reach to the common people and they have to understand how with this less investment cost we can start up a business. Correct. So with you, let us see like how it is going to the common people and they should also increase their business strategies in Kerala. Sure. Thank you so much, Thank you, Ram sir, for coming all the way from there. Yeah. Thank you. ഇതിലിപ്പം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്, ഇത്രയും വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നതൊക്കെ എങ്ങനെയാണ് മനസ്സിലാവുന്നത്? അല്ലെങ്കിൽ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് പ്രോഫിറ്റബിൾ ആണോ? ഇതിൻ്റെ ഒരു ശ്യാംജി, ഇതിൻ്റെ ഒരു ഫാക്റ്റ് എന്ന് വെച്ചാൽ, ഇപ്പം ഇതെങ്ങനെ നമ്മൾ കൊടുക്കണമെന്ന് വെച്ചാൽ പെർ യൂണിറ്റ് റേറ്റ് ആണ്. 1 കിലോ വാട്ടിൻ്റെ റേറ്റ് അനുസരിച്ചാണ് കൊടുക്കണം. ഇപ്പം KCBക്ക് നമ്മൾ ഒരു യൂണിറ്റ് കറണ്ടിന് ഇത്രയും രൂപ കൊടുക്കണം. ഇപ്പം പുതിയ റെഗുലേഷൻസ് പ്രകാരം ആ ലോഡിൻ്റെ അനുസരിച്ച് ഒരു ഫിക്സ്ഡ് ഡിമാൻഡ് ചാർജ് ഇല്ല. പകരം എത്ര നമ്മൾ യൂണിറ്റ് കൺസ്യൂം ചെയ്യോ അതിനനുസരിച്ച് നമ്മൾ പൈസ കൊടുത്താൽ മതി. അപ്പം ഒരു യൂണിറ്റിന് ലെറ്റ്സ് രാവിലെ ഇപ്പം ഇവർക്ക് 2 ടൈം സ്ലാബ് ഉണ്ട് KCBക്ക്. മോർണിംഗിൽ ഒരു 5 to 6 റുപ്പീസും ഈവനിങ്ങിൽ ഒരു 9 to 10 റുപ്പീസും. അപ്പം ലെറ്റ്സ് സേ ആൻ എക്സാമ്പിൾ, സർക്കാരിൻ്റെ റേറ്റ് 6 റുപ്പീസ് ആണെങ്കിൽ നമ്മൾ കസ്റ്റമറിൻ്റെ നിന്ന് 10 റുപ്പീസ് ആയിരിക്കും ആഡ് ചെയ്യണം. അതായത് ടോട്ടൽ പെർ യൂണിറ്റ് കോസ്റ്റ് 16 റുപ്പീസ്. അപ്പം ഇവിടെ ഒരു ദിവസം നമുക്കൊരു 10 കാർസ് റിസീവ് ചെയ്യുന്നുണ്ട്, അപ്രോക്സിമേറ്റ് 10 കാർസ്. അപ്പം ഒരു കാർ ആവറേജ് കൺസപ്ഷൻ ചെയ്യുന്നത് 25 യൂണിറ്റാണ്.
എന്ന് വെച്ചാൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നെക്സോണോ വിൻസറോ MG-Z അങ്ങനത്തെ വണ്ടികൾ വരാനാണ്. ടിയാഗോ വരാനും കുറവായിരിക്കും, പക്ഷേ ഒരു ആവറേജ് 25 യൂണിറ്റ്. അപ്പം ഒരു യൂണിറ്റ് കറണ്ടിൻ്റെ പുറത്ത് 10 രൂപ ലാഭമാണെങ്കിൽ 25 യൂണിറ്റ് വിൽക്കുമ്പം നമുക്കൊരു 250 രൂപ അടുപ്പിച്ച് കിട്ടും. ലെറ്റ്സ് സേ 200-250. അപ്പോൾ ഒരു ദിവസം 10 കാറെന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 2500 രൂപ ഒരു സ്റ്റേഷൻ ഓണറിന് കിട്ടുന്നുണ്ട്. ഇനി ആ മോഡലിൽ ലെറ്റ്സ് നമുക്ക് 10 ദിവസം ഇവിടെ കാറ് വന്നേയില്ല, ഒരു കാറ് 10 ദിവസം വന്നില്ല. സോ അവിടെ ഒരു 20 ദിവസം കൊണ്ട് സ്റ്റേഷൻ ഓണർ ഇസ് മേക്കിംഗ് നിയർലി ഒരു 45,000 to 50,000 റുപ്പീസ്. ലെറ്റ്സ് 50,000 റുപ്പീസ്. അതാണ് ആവറേജ് ഒരു കാൽക്കുലേഷൻ. ഇനി പലവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ആദ്യത്തെ ഇത് നടക്കണ കാര്യമില്ല, EVക്ക് ഫ്യൂച്ചറില്ല എന്നൊക്കെ പറയണം. ഷ്യാംജി, ദ റിയാലിറ്റി ആസ് എ EV ഓണർ, ആസ് എ EV സ്റ്റേഷൻ ഡെവലപ്പർ, കേരളത്തിൽ നിലവിൽ വണ്ടികൾ ഇഷ്ടം പോലെ EV ആണ്. ചാർജിങ് സ്റ്റേഷൻസ് കുറവാണ്. ഞാൻ ഇന്നൊരു ചാർജിങ് ചെയ്യാൻ പോവുകയാണ് വണ്ടിയും കൊണ്ട്, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം സ്റ്റേഷൻസ് ചില ഉണ്ട്. 408 ആസ് പെർ ജൂൺ 2025 ഡേറ്റ 408 4-വീലർ DC ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്, പ്രൈവറ്റും സർക്കാരും. പക്ഷേ ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടല്ല, ചിലപ്പോൾ ചില സ്റ്റേഷൻസ് ഓഫാണ് അതിനകത്ത്. അപ്പം ഇൻ റിയാലിറ്റി മെയ് 2025 ഡേറ്റ പ്രകാരം 2019 തൊട്ട് 2025 മെയ് വരെ 30 വരെ ഏകദേശം 33,152 ഇലക്ട്രിക് 4-വീലേഴ്സ്. ഇത് ഞാൻ പറയുന്ന ഡേറ്റ അല്ല, പരിവാഹൻ സൈറ്റിൽ ഞാൻ കണ്ടുപിടിച്ച ഡേറ്റയാണ്, നോക്കി എടുത്ത ഡേറ്റയാണ് ഉണ്ട്. അപ്പം ആലോചിച്ച് നോക്കണം, കേരളത്തിൽ 33,000 ഇലക്ട്രിക് കാറുകൾക്ക് ഉള്ളത് എത്രയാണ്? 300-400 സ്റ്റേഷൻ. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഇപ്പം 10 വണ്ടി വരണത് നാളെ 20 വണ്ടിയാവും, നാളെ 30 വണ്ടിയാവും. അപ്പം എൻ്റെ അടുത്ത് സെക്കൻഡ് ഒരാൾ ഇങ്ങനെ ഒരു ആഡ് കണ്ട് വിളിച്ചപ്പം ചോദിച്ചു, എൻ്റെ അപ്പുറത്തൊരു സ്റ്റേഷൻ തുടങ്ങിയാൽ എന്ത് പറ്റും? ഇതിന് ചാർജ് ചെയ്യാൻ 1 മണിക്കൂർ വേണം, ഒരു വണ്ടി ചാർജ് ചെയ്യാൻ അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വേണം. അപ്പോൾ ഇവിടെ 2 വണ്ടി ഓക്യുപ്പൈ ചെയ്യണം, അപ്പുറത്ത് പോവും, അപ്പുറത്ത് ഓക്യുപ്പൈ ചെയ്യുമ്പോൾ ഇപ്പുറത്ത് വരും. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബെനിഫിഷ്യലായി മാറും. ഷ്യാംജി, എനിക്ക് ഒരു കാര്യം കൂടി കാണിക്കാനുണ്ട്. ഈ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ ഒരാൾക്ക് പോയി ഫുഡ് കഴിക്കുന്ന സമയം മതി ഇവിടെ ചാർജ് ചെയ്യാൻ. അതേപോലെ ഇതിൽ ഏതൊക്കെ ആപ്സ് ആണ് യൂസ് ചെയ്യുന്നത്? ഷ്യാംജി, ഇതിനകത്ത് ഇൻ്റർഓപ്പറബിലിറ്റി എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. എന്ന് വെച്ചാൽ ഒരു QR കോഡിൽ തന്നെ മൾട്ടിപ്പിൾ മൊബൈൽ കമ്പനികളുടെ മൊബൈൽ ആപ്ലിക്കേഷൻസോ, അത് ഇപ്പം ഡെഡിക്കേറ്റഡ് ഒരു CPO ചാർജ് പോയിന്റ് ഓപ്പറേറ്ററിൻ്റെ ആപ്പ് ആവാം, ഒരു കമ്പനിയുടെ ആപ്പ് ആവാം, ഒരു കാർ മാനുഫാക്ചറിൻ്റെ ആപ്പ് ആവാം. അവർ നമ്മളായിട്ട് ഇപ്പോൾ ടൈപ്പ് ഉണ്ടെങ്കിൽ അവർ ആപ്പ് ഇവിടെ വന്ന് സ്കാൻ ചെയ്ത് അവർക്ക് യൂസ് ചെയ്യാം. അതുമാത്രമല്ല, സ്റ്റേഷൻ ഓണറിനുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഈ സ്റ്റേഷൻ ആ ആപ്പുകളിൽ അവർ സ്റ്റേഷനായിട്ട് ലിസ്റ്റഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു X കമ്പനിയുടെ ആപ്പിനകത്ത് ഈ സ്റ്റേഷൻ X കമ്പനിയിലായിട്ട് ലിസ്റ്റഡ് ആയിരിക്കും, Y കമ്പനി എന്ന് പറഞ്ഞ ഒരു ആപ്പിൻ്റെ കമ്പനിയിൽ ഈ സ്റ്റേഷൻ Yയിലായിരിക്കും. അപ്പോൾ അവരൊക്കെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന യൂസേഴ്സിന് ഇവിടെ ഒരു സ്റ്റേഷൻ ഉണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഒരേ സമയത്ത് thousands of users can see this station when they are passing through this location.